ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറ് ധൃതി പിടിച്ച് എങ്ങോട്ടോ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടി കയറുന്നതിനിടയിലാണ് കോൾ വന്നത്. അപ്പോൾ കോൾ എടുത്ത് നോക്കും, മായ. അപ്പോൾ മായയാണ് വിളിക്കുന്നത്. എന്താ മായ? ഹലോ അങ്കിളിനൊരു ഗുഡ് ന്യൂസ്. എന്താ മായ? അത് അങ്കിളിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തിയില്ലേ, ഒരു മുരളീധരൻ. അയാളുടെ അനുജൻ കുറച്ച് സമയത്തിനുള്ളിൽ എന്നെ കാണാൻ വരുന്നുണ്ട്. അയാൾക്ക് അങ്കിളുടെ മകൾ എവിടെയുണ്ടെന്നുള്ള കാര്യം അറിയാമെന്ന്. ഓ അങ്ങനെയോ? അതേ അങ്കിൾ. അതുകൊണ്ട് അങ്കിൾ ഉടൻ തന്നെ സിറ്റിയിലുള്ള കോഫി ഷോപ്പിൽ വരണം. നീ സത്യമാണല്ലോ പറയുന്നതല്ലേ? മുരളീധരൻ്റെ അനിയൻ നിന്നെ കാണാൻ വരുന്നുണ്ടെന്നോ? അതേ അങ്കിൾ. നീ ഒരു അരമണിക്കൂറിനകം എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അങ്കിളും എത്തിയാൽ അങ്കിളിൻ്റെ മകൾ ഉണ്ടെന്നുള്ള കാര്യം അറിയും. ഞാൻ ഉടനെ വരാം മായ, ഉടനെ വരാം. ഭഗവാനെ, എൻ്റെ മോള് അവളെ കാണാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത അറിയാൻ കഴിയുന്നത്. താങ്ക് ഗോഡ്. പിന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘ മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേഘയെ കണ്ടപ്പോൾ തന്നെ എന്താ മാഡം? ഇങ്ങ് വന്നേ. ഇതാ വരുന്നു മാഡം. എന്താ മാഡം, ഇപ്പം നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മാഡം. അങ്ങനെയൊന്നും പറയരുത്. ചന്ദ്രിക കേട്ടാൽ ഇപ്പം തന്നെ നിന്നോട് വീട് വിട്ട് പോകാൻ പറയും. ഓ, നിനക്ക് സ്ഥിരമായിട്ട് ചന്ദ്രികയുടെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും നീ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അഭിനയിച്ച് നിന്നേ പറ്റൂ. അപ്പോഴേ ഈ വീട്ടിലുള്ളവരും കൂടി നിന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എനിക്ക് മനസ്സിലായി മാഡം. മനസ്സിലായാൽ മാത്രം പോരാ, ഈ സമയം നീ ശരിക്കും ഉപയോഗിക്കണം. ശരി മാഡം. അപ്പോഴേക്കാണ് ചന്ദ്രിക കോഫിയുമായിട്ട് ആ വഴിക്ക് വന്നത്. എന്നിട്ട് പറയാണ്, ഇതാ മേഘ കോഫി. അവൾക്ക് കോഫിയും കൊടുത്ത് തിരിച്ചു പോകുന്ന ചന്ദ്രികയെ മേഘ വീണ്ടും വിളിക്കുകയാണ്. ചന്ദ്രിക, എനിക്ക് മാത്രമേ കോഫിയുള്ളൂ, മഹേഷിന് കോഫിയില്ലേ? മഹേഷിനും കോഫി കൊടുക്ക്. അവനല്ലേ മലരിൻ്റെ ജീവൻ രക്ഷിച്ചത്. പണം മാത്രം ചിലവാക്കി ഒരു ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ മഹേഷ് ചെയ്തത് വലിയ കാര്യമാണ്. പറഞ്ഞു വന്നാൽ അവൻ സ്വന്തം ജീവൻ കൊടുത്ത മലരിൻ്റെ ജീവൻ രക്ഷിച്ചത്. നിനക്ക് വേണമെങ്കിൽ മലരിന് വേണ്ടി സിദ്ധു പണം ചെലവാക്കിയത് വലിയ കാര്യമായിട്ട് തോന്നിയേക്കാം. സിദ്ധാർത്ഥ് ചെയ്ത സഹായത്തേക്കാൾ മഹേഷ് ചെയ്ത ഉപകാരമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഉപകാരം. ചന്ദ്രികയെ പോയി മഹേഷിന് കോഫി കൊണ്ടുവന്ന് കൊടുക്ക്. ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ മഹേഷ് ചോദിക്കുകയാണ്, എന്താ മാഡം ചന്ദ്രികയോട് എനിക്ക് കോഫി കൊണ്ടുവന്ന് തരാനൊക്കെ പറഞ്ഞത്? ഭർത്താവിന് ഭാര്യ കോഫി കൊണ്ടുവന്ന് തരുന്നതിൽ എന്താ തെറ്റ്? കോഫി മാത്രമല്ല, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എല്ലാം ഇനി ചന്ദ്രിക തന്നെ ഉണ്ടാക്കിത്തരും. സത്യമാണോ മാഡം? സത്യമാണ്. കാരണം നീ മലരിൻ്റെ ജീവൻ രക്ഷിച്ചതാ. അതിന് നന്ദി കാണിക്കാനായി ചന്ദ്രിക നിനക്ക് എല്ലാം ചെയ്തു തന്നേ പറ്റൂ. ചന്ദ്രിക കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ മഹേഷ് വാങ്ങിക്കാനൊരു മടി. മേഘ പറയാണ്, വാങ്ങിക്കും മഹേഷ്. അവൻ കോഫി വാങ്ങിച്ച് താങ്ക്സ് ചന്ദ്രികയെ. വീണ്ടും മേഘ വിളിക്കുകയാണ്, ചന്ദ്രികയെ ഇനി നീ തന്നെ 3 നേരവും മഹേഷിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹേഷിന് സുഖാകുന്നത് വരെ 3 നേരവും നീ തന്നെ മഹേഷിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നീ എങ്ങനെയാണോ മലരിനെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ മഹേഷിനെയും സംരക്ഷിക്കണം. എന്നാലേ മഹേഷിന് അവൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടൂ. അപ്പം മഹേഷ് സന്തോഷത്തോടെ മനസ്സിൽ കാണുകയാണ്, നീ പെട്ടു, ഇനി നിന്നെ ഞാൻ വിടില്ല. പോകാനൊരുങ്ങുന്ന ചന്ദ്രികയോട് കോഫി കുടിച്ചിട്ട് മഹേഷ് പറയാണ്, സൂപ്പർ. അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ പറയാണ്, ഞാൻ കോഫിയുടെ കാര്യം പറഞ്ഞതാ. അപ്പോൾ മേഘ പറയാണ്, മഹേഷ് എന്താ മാഡം, ഇപ്പം നീ ഹാപ്പി അല്ലേ? ചന്ദ്രികയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ 3 നേരവും നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മഹേഷിന് നല്ല സന്തോഷമായി. അടിപൊളിയാ മാഡം. പിന്നെ ഇതാ മായ കോഫി ഷോപ്പിൽ എത്തിയിട്ട് മഹേന്ദ്രൻ സാറിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മായ ഫോണെടുത്ത് തുളസീധരൻ സാറിനെ വിളിക്കുകയാണ്. അയാൾ ഓട്ടോയിലാണുള്ളത്. അപ്പോൾ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താ മാഡം? സാർ നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? മാഡം തന്ന അഡ്രസ്സിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുക. വേഗം എത്തണേ. നിങ്ങളുടെ ചേട്ടൻ മുരളീധരൻ കൊണ്ടുപോയി വളർത്തിയ പെൺകുട്ടിയുടെ അച്ഛൻ മഹേന്ദ്രൻ ഇപ്പം എത്തും. സാറ് നേരിട്ട് വന്ന് മഹേന്ദ്രൻ സാറിൻ്റെ മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തോട് പറയൂ. ശരി മാഡം. അപ്പോൾ മഹേന്ദ്രൻ സാറ് കോഫി ഹൗസിൽ എത്തി. അപ്പോൾ അവിടുന്ന് പറയാണ്, ഹായ് മായ, വരൂ അങ്കിൾ, ഇരിക്കൂ. ആദ്യം നിനക്കൊരു താങ്ക്സ് പറയാം. എൻ്റെ മകളെ ഇത്രയും വേഗം കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നിങ്ങളുടെ മകളെ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം താങ്ക്സ് പറയൂ.
അല്പസമയത്തിനുള്ളിൽ മുരളീധരൻ്റെ അനുജൻ ഇവിടെ എത്തും. അങ്കിൾ ഇരിക്ക്. ആ, മുരളീധരൻ്റെ അനിയനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അവൾ കാര്യങ്ങളൊക്കെ സൈലൻ്റായി പറഞ്ഞു കൊടുത്തു. പിന്നെ സിദ്ധു ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരുന്നിട്ടാണുള്ളത്. അപ്പോൾ അവൻ പറയാണ്, ചന്ദ്രികയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഫുഡ് എടുത്ത് വെച്ച് കഴിക്കാൻ പോവാണ്. അവൻ ഫുഡ് കഴിച്ചതും അവന് തരിപ്പിലായിപ്പോയി. ആ സമയത്താണ് വെള്ളത്തിന് നോക്കിയത്. അപ്പോൾ വെള്ളവും ഇല്ല, ചന്ദ്രികയില്ല. അപ്പോൾ അവൻ വെള്ളം എടുക്കാൻ വേണ്ടി എണീച്ച് പോകുന്ന സമയത്താണ് ചന്ദ്രിക കണ്ടത്. അവൻ്റെ കുരയൊക്കെ കേട്ടിട്ട് അപ്പോൾ പറയാണ്, സാർ ഇരുന്നോളൂ സാർ, ഞാൻ കൊണ്ടുതരാം സാർ. ചന്ദ്രിക ഒന്ന് വേഗം ഇതാ കൊണ്ടുവരുന്നു സാർ. തരൂ സാർ, ഞാൻ ഒഴിച്ചു തരാം. സോറി സാർ, വെള്ളം എടുത്തു വെക്കാൻ മറന്നുപോയി. സാരില്ല. ചന്ദ്രികയെ, നീയും മലരും ഭക്ഷണം കഴിച്ചായിരുന്നോ? ഞങ്ങൾ കഴിച്ചു സാർ. ആ സാർ, പുതിന ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നന്നായിരിക്കും, അതും കൂടി കഴിക്കൂ സാർ. ഇതാ സാർ. അപ്പോൾ സിത്തു കഴിച്ചിട്ട് പറയാണ്, പുതിന ചമ്മന്തി നല്ല രുചിയുണ്ടല്ലോ. കുറച്ചുകൊടുത്താ ചന്ദ്രികയെ? ഇതാ സാർ. മതി. ഇതിനൊരു പ്രയോജനമുണ്ട് സാർ. അതായത് ദഹനത്തിനൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഈ പുതിന ചമ്മന്തി. ചന്ദ്രികയും സിദ്ധുവും പിന്നെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടെ സിദ്ധു കഴിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയും സിദ്ധുവും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മേഘയും മോളും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അല്പസമയം അവിടെ തന്നെ സ്തംഭിച്ച് നിന്നതുപോലെ നിന്നിട്ട് നോക്കുകയാണ് ഇവർ സംസാരിക്കുന്നത്. അതിനുശേഷം മായയോട് പറയാണ്, പ്രിയയോട് പറയാണ്, ബാ നമുക്ക് കഴിക്കാം. കുറച്ചുകൂടെ സാമ്പാർ. വേണ്ട, മതി. ഇതൊക്കെ കണ്ട് ദഹിക്കാതെ മേഘ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, മഹേഷ് കഴിച്ചായിരുന്നോ? അവൻ്റെ കാര്യം നോക്കാതെ നീ ഇവിടെ എന്താ ചെയ്യുന്നേ? പാവം മഹേഷ്, മലറിന് വേണ്ടി എത്ര വലിയ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. അവനെ നീ നന്നായി നോക്കേണ്ടതല്ലേ. നീ പോ ചന്ദ്രികയെ, മഹേഷിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്. സിദ്ധുവിനെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തു കൊടുത്തോളാം. എന്താ ചന്ദ്രികയെ ആലോചിക്കുന്നേ? മഹേഷ് നിന്നെ കാത്തിരിക്കായിരിക്കും. ചെല്ല്. മഹേഷും അതായത് സിദ്ധുവും ചന്ദ്രികയും ഒക്കെ മാറി മാറി നോക്കുകയാണ് ഇവളുടെ സംസാരം കേട്ടിട്ട് മേഘയുടെ. അപ്പോൾ സിദ്ധു പറഞ്ഞു, നീ പോയിക്കോ. അപ്പോൾ മേഘ, പോ. എന്താ സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറുമായിട്ട് മാറിയല്ലേ? വാ പ്രിയ, ഇരിക്ക്, നമുക്ക് കഴിക്കാം. സിദ്ധു അപ്പോൾ കുറച്ച് സമയം അങ്ങനെ തനിയെ ഇരുന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ കൊടുത്ത വെള്ളം എടുത്ത് പ്ലേറ്റിൽ തന്നെ കഴുകിയിട്ട് എണീക്കുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ സിദ്ധു ഞാൻ വന്നിരുന്ന ഉടൻ എണീക്കുന്നത്? ഇഡ്ഡലിയാണോ എന്നെയാണോ ഇഷ്ടപ്പെടാത്തത്? എന്തിനെയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണോ? സിദ്ധാർത്ഥ്, ഇനി മേലിൽ ചന്ദ്രികയോട് നീ ഒരു ജോലിയും പറയരുത്. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയ്, ഞാൻ ചെയ്തു തരാം. ചന്ദ്രികയെ ഇനി ഒരിക്കലും നീ ഡിസ്റ്റർബ് ചെയ്യരുത്. അവൾക്ക് മഹേഷിൻ്റെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കണം. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ സിദ്ധാർത്ഥ്? ചന്ദ്രിക എത്രയൊക്കെ മഹേഷിനെ വെറുത്താലും മഹേഷാണ് മലരിൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ചന്ദ്രിക മഹേഷിനെ അവളുടെ വീട്ടിനുള്ളിൽ താമസിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ സ്ഥാനം നേടിയ മഹേഷ് നാളെ ചന്ദ്രികയുടെ മനസ്സിലും സ്ഥാനം നേടും. പിന്നെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ ജീവിക്കും. പാവം, നിൻ്റെ കാര്യം എനിക്കിഷ്ടം. സിദ്ധു ഒന്നും പറയാതെ എല്ലാം കേട്ട് നിൽക്കുക. എല്ലാം കഴിഞ്ഞ് കസേര ഒന്ന് അങ്ങോട്ടേക്ക് വലിച്ചു നീക്കിയിട്ട് അവൻ എണീറ്റ് പോയി. നീ കഴിക്ക് പ്രിയ എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടെ പ്രിയയെ കഴിപ്പിക്കുകയാണ്. മേഡം, നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി. കോഫി ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാനുള്ളത്. അകത്തേക്ക് വരൂ സാർ. അപ്പോഴേക്കും അയാൾ അവിടെ എത്തി. അപ്പോൾ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, ഇദ്ദേഹമാണോ? ഇദ്ദേഹം തന്നെ, വരൂ സാർ. ഇതാണ് മുരളീധരൻ്റെ അനിയൻ തുളസീധരൻ. നമസ്കാരം സാർ. അപ്പോൾ മായ മഹേന്ദ്രൻ സാറിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇദ്ദേഹമാണ് നിങ്ങൾ കൊണ്ടുപോയ കുട്ടിയുടെ അച്ഛൻ, അതായത് യഥാർത്ഥ അച്ഛൻ. നമസ്കാരം സാർ. നമസ്കാരം. മായ നിങ്ങളെക്കുറിച്ച് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷവും കാണാനുള്ള ആഗ്രഹവും പെട്ടെന്നായിരുന്നു. എനിക്ക് പിന്നെ ഉടനെ നിങ്ങളെ കാണണമെന്ന് തോന്നി. സാർ, എൻ്റെ മോള് എവിടെയുണ്ട്? എവിടെയായിരിക്കുന്നു? സുഖമായിരിക്കുന്നോ? അവളുടെ പേരെന്താ സാർ? സാറിൻ്റെ മകളുടെ പേര് ഗായത്രി എന്നാ. ഗായത്രി ദേവി. വളരെ മനോഹരമായ പേര്. എൻ്റെ മോള് എവിടെയാണ് സാർ ഉള്ളത്? എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞു സാർ. കഴിഞ്ഞു സാർ. കഴിഞ്ഞോ? എൻ്റെ മോൾക്ക് കുട്ടികളുണ്ടോ സാർ? ഉണ്ട്, ഒരു കുട്ടി. എന്താ കുട്ടി? പെൺകുഞ്ഞാ? മഹേന്ദ്രന് സന്തോഷം അടക്കാൻ വയ്യ. എന്നിട്ട് പറയാണ് മായയോട്, ആദ്യം തന്നെ മഹാലക്ഷ്മിയാണല്ലോ തന്നിരിക്കുന്നത്. മഹേന്ദ്രൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ചോദിക്കുകയാണ് ചിരിച്ചുകൊണ്ട്, ഏത് നാട്ടിലാണ് സാർ എൻ്റെ മോളുള്ളത്? ഇവിടെയാണോ അതോ വേറെ ഏതെങ്കിലും നാട്ടിലാണോ? സാർ, ഗായത്രിയുടെ കുഞ്ഞിന് എത്ര വയസ്സായി? 2 വയസ്സ്. അതെയോ?
പറയൂ സാർ, എൻ്റെ മകൾ ഗായത്രി എവിടെയാണുള്ളത്? സാർ എൻ്റെ മോളുടെ ഫോട്ടോ ഉണ്ടോ സാർ? എനിക്ക് ആദ്യം ഒന്ന് എൻ്റെ മോളെ കാണണം സാർ. ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ സാർ, പ്ലീസ് സാർ. ഇതാ സാർ താങ്കളുടെ മകൾ ഗായത്രി ദേവിയുടെ ഫോട്ടോ. കുറച്ച് സമയം ഫോട്ടോയിൽ തന്നെ നോക്കി നിന്നിട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, എൻ്റെ മോള് വളരെ സുന്ദരിയാണ് സാർ. അപ്പോൾ മായ ഒന്ന് ഇത് ചുമരിൽ തട്ടിക്കൊടുക്കുകയാണ്, ഒരു വിഷമം ടെൻഷനാവാത്ത രീതിയിൽ. ഭഗവാൻ ഇത്രയും വർഷം കഴിഞ്ഞ് എൻ്റെ മോളെ എനിക്ക് കാണിച്ചു തന്നു. കരയാതിരിക്കൂ അങ്കിൾ, ഇപ്പം മോളെ തിരിച്ചു കിട്ടിയില്ലേ, കരയാതിരിക്കൂ. ലക്ഷ്മി ഇതറിയുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിക്കും. ഞാനിപ്പോൾ തന്നെ അവളെ വിളിച്ച് പറയാം. ശരിയാ സാർ. അപ്പോഴാണ് അയാൾ പറയുന്നത്, സാർ ഒരു മിനിറ്റ് സാർ. പറയൂ സാർ, പറയൂ, എന്താ പറയാൻ പോകുന്നത്? സാറിൻ്റെ മകൾ ഗായത്രി ദേവി ഇപ്പോൾ ജീവനോടെ ഇല്ല. അയാൾക്കത് ഷോക്കായി മാറി. മഹേന്ദ്രൻ സാർ അത് കേട്ടതും വല്ലാതെ ഇമോഷണലായി. എന്നിട്ടപ്പോൾ മായ ആശ്വസിപ്പിക്കുകയാണ്, സാർ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളും പറയുകയാണ്, സാർ വിഷമിക്കാതെ സാർ, അവളും അവളുടെ ഭർത്താവും അവളുടെ കുട്ടിയും ഒരു 6 മാസത്തിന് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയി സാർ. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം കുഴഞ്ഞുപോയി. അപ്പം മായ പറയാണ്, സാർ വിഷമിക്കാതെ സാർ. അയ്യോ, എൻ്റെ മോള് മരിച്ചുപോയെന്നോ? ഇത് കേട്ടത് മഹേന്ദ്രൻ സാറിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത രീതിയിലായി. കാര്യം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു, എൻ്റെ മോൾ ആകാംക്ഷയോടെ വന്നതാണ് മോളെപ്പറ്റി അറിയാനുള്ള വിവരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ടതും വല്ലാതൊരു ഷോക്കായിപ്പോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.